ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അല്ലേ വാ, ഇറങ്ങി വാ. പിടിച്ചോളിയാ. എവിടെയാ എന്നെ കൊണ്ടുപോകുന്നേ? ഓ, ഇത് നമ്മുടെ വീടാ. എന്റെ അളിയ, വേറെ എവിടേക്കെങ്കിലും എന്നെ കൊണ്ടുപോകായിരുന്നില്ലേ? ആട്ടും തുപ്പും കേട്ട് മടുത്തു അളിയാ. എന്നെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാളിയാ. അല്ലെങ്കിൽ ഞാൻ ഈ റോഡിൽ കിടന്നോളാം, മനസമാധാനമായിട്ട് കിടന്നോളാം. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കേറിയിട്ട് എന്താ കാര്യം? അളി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ വരാൻ. ഹായ് നന്ദിനി, സുഖമല്ലേ? നീ എപ്പോഴും സുഖമായിട്ടിരിക്കും. നീ നല്ലവളല്ലേ? അങ്കിളേ, എന്റെ അങ്കിളേ, എന്റെ അങ്കിളേ, അങ്കിളിന്റെ മോനുണ്ടല്ലോ, എന്റെ അളിയായി ഒരു നല്ല മനുഷ്യനാ. അങ്കിളിന്റെ മോളെ പോലെയല്ല. എന്നെ എന്തൊരു സ്നേഹമാണെന്നറിയോ? വിജയ്, നീ അകത്ത് പോ. പറ്റില്ല അങ്കിൾ. ജീവിതത്തിൽ വല്ലപ്പോഴും ആ സന്തോഷം മനസ്സിൽ കയറി വരുന്നത്. അതെനിക്ക് ആഘോഷിക്കണം. നിങ്ങൾ ആരും എന്നെ നിയന്ത്രിക്കാൻ വരരുത്. എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ആഘോഷിക്കും. അളിയ, നീ ഓക്കെ അല്ലേ? അളി, ഞാൻ പറയുന്ന അളിയും കേക്ക്. ഇന്നെന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. പത്മ മേഡം, എന്റെ അമ്മായിയമ്മ, എന്റെ അമ്മായിയമ്മയുടെ മുന്നിലേ ഞാൻ നിൽക്കും. പിന്നെ വേറൊരുത്തിയുണ്ട്, മൈ വൈഫ് ഇന്ദ്രജ. എടി ഇന്ദ്രജ, അവൾ എന്നോട് പറയും, അങ്ങോട്ട് നടക്ക് വിജയ്, ഇങ്ങോട്ട് നടക്ക് വിജയ്, കാണിക്കുന്നുണ്ടല്ലേ, ചാട് വിജയ്, തുള്ളു വിജയ്. ഒന്നുമില്ലല്ലോ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേരല്ലേ. ഞാനെന്താ കുട്ടിക്കുരങ്ങനാണോ ഇങ്ങനെ ചാടിക്കളിക്കാൻ? പക്ഷേ ഇപ്പോ ഒരാളുടെയും നിർദ്ദേശമില്ലാതെ എനിക്ക് ചാടിക്കളിക്കണം. ഞാനൊന്ന് ചാടിക്കളിക്കട്ടെ എങ്കിൽ? വിജയ് പറഞ്ഞേ കേക്ക്. ഇല്ല, അളിയ, എനിക്കിപ്പോ ആടണമെന്ന് തോന്നുന്നുണ്ട്, ചാടണമെന്ന് തോന്നുന്നുണ്ട്. ആടും ഞാനിപ്പോ ഫ്രീ മാൻ. ഐ ആം എ ഫ്രീ ഹ്യൂമൻ. പാടണം, എനിക്ക് പാടണം, ആടണം, എനിക്ക് പാടണം. ഫ്രീ മാൻ, ഹ്യൂമൻ പവർ. നമസ്കാരം. സുഖമല്ലേ അമ്മായിയമ്മേ? വിജയ്, കണക്കെടുത്തോണ്ട് വാ. തൊഴിലാളികൾ എന്താ ഇങ്ങനെ, പ്രോഡക്റ്റ് എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും ചോദിച്ച് എന്നെ കുഴപ്പിച്ച് കളയല്ലേ മാഡം. ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറും. കൽപ്പിക്കാനായിട്ട് ആരെങ്കിലും എന്റെ മുന്നിൽ വന്ന വിജയ്, മദ്യപിച്ച് വേഷം കെട്ടുന്ന ഒരുത്തന്നാ ഇവിടെ ഉണ്ട്. അതിനിടയിൽ നീയും കൂടെ ശ്രമിക്കണ്ട. അങ്ങനെ എങ്ങാനും ശ്രമിച്ച എന്റെ മകളുടെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണനയും ഞാൻ കാണിക്കില്ല. പിടിച്ച് പുറത്തിറക്കി വിടും നിന്നെ. അത് വേണ്ട.
കമ്മിറ്റിക്കാരോട് ഇതുവരെ അർമാദിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. സോറി. നിന്റെ ഭർത്താവിന്റെ കോലം കണ്ടോ? എന്താടി ഇവന്റെ ഉദ്ദേശം? വിജയ് എന്തേ കാണിക്കുന്നേ? സോറി മൈ ഡിയർ വൈഫ്, ഞാൻ കുറച്ച് ഓവറായി. ഇനി മാന്യനാവാം. പ്രൊജക്ട് മാനേജർ. അതെ, നിങ്ങളെല്ലാവരും കേൾക്കണം. സത്യത്തിൽ ഞാൻ കുടിക്കാൻ കാരണക്കാരി ആരാ? ഇവള്. നിന്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാനുള്ള ചങ്കുറ്റം ഉണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നീ അനുസരിക്കൂ? ഇല്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ എനിക്ക് എന്താ റോള്? പറ. ഏട്ടാ, മമ്മിയുടെയും ഡാഡിയുടെയും മുമ്പിൽ വെച്ച് ഇതൊക്കെ കാണിക്കുന്നേ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ അവസ്ഥ എല്ലാരോടും പറയണം. സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. വിജയ് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇന്ദ്രജ, ഇനി ഒരു തവണ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ നീ എന്താ ഇവനുമായിട്ടുള്ള വിവാഹ ബന്ധം വരെ ഞാൻ വേർപ്പെടുത്തുവേ. അതിന് നിങ്ങൾ രണ്ടുപേരും സംശയിക്കണ്ട. വരാൻ. ഒരു മിനിറ്റ് ആന്റി, എന്നെ വേണ്ടെന്ന് വച്ചാൽ എന്നെ പോലൊരു മണ കൊണാഞ്ചന വേറെ കിട്ടുവോ? ഞാൻ അടിമയല്ലേ? എല്ലാവരുടെയും എന്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ വിളിച്ചു പറയും. എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്നോ ഞാൻ. നേരത്തെ ഇത്രയും പടിയൊന്നും ഇല്ലായിരുന്നല്ലോ.